Good morning. Good morning, teacher. Good morning, Good teacher. morning. Good morning, ma'am. Morning, ma'am. Good morning, all of you. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്താ കഴിച്ചത് എല്ലാവരും? ബിസ്മിയ എന്താ കഴിച്ചത്? ബിസ്മിയ. ടീച്ചർ ഞാൻ ദോശയും ബീഫ് കറിയും. ദോശയും ബീഫ് കറി. ഓക്കെ. ജയ്മോൾ എന്താ കഴിച്ചത്? ജയ്മോൾ അജീഷ്. ഇടിയപ്പവും പാലും. ഇടിയപ്പവും പാലും. ഓക്കെ. വിദ്യ എന്താ കഴിച്ചത്? ചപ്പാത്തി ഉള്ളിക്കറിയും. ഓക്കെ. സബിത മസാല ദോശ. ശ്രീജ ഇഡ്ലിയും ചമ്മന്തി. ചമ്മന്തി. ആരതി എന്താ കഴിച്ചത്? റാഗി സ്മൂത്തി. റാഗി സ്മൂത്തി. ഞാൻ എന്തിനാ ഇത് ചോദിച്ചത് മനസ്സിലായോ? എന്തിനാ ചോദിച്ചേ? ഹെൽത്തി ഫുഡാണോ കഴിച്ചതെന്നറിയാൻ. ബാലൻസ്ഡ് ഡയറ്റ് ഫുഡാണോ കഴിച്ചതെന്ന് അറിയാനായിട്ടാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. എല്ലാവരും കുഴപ്പമില്ല, നല്ല നല്ല ഫുഡുകളാണ് കഴിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. പ്രെയർ ചെയ്തോളൂ കേട്ടോ. കൈതോരാം ദേവാ, കൈതോരാം ഞങ്ങൾ, കാരുണ്യമേ നിത്യ ചൈതന്യമേ. നീ തന്നെ സ്നേഹം, നീ തന്നെ ശാന്തി, ജീവിത സാരം നീയല്ലയോ. ഏഴു സ്വരങ്ങളും നീയല്ലയോ, ഏഴു വർണ്ണങ്ങളും നീയല്ലയോ, അറിവിൻ സാഗരം നീയല്ലയോ, കനിവിന്റെ തേൻകണം നീയല്ലയോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ. Good morning, ma'am. Good morning. The thirsty crow. Once there was a crow. He was very thirsty. He looked for water everywhere. At last, he saw a water pot near a tree. He looked inside the pot. There was very little water in it. The crow saw some stones nearby. He thought of a plan. He picked up some stones and put them one by one into the pot. The water level in the pot came up. The crow drank the water and flew away happily. The moral of the story is hard work leads to success. Thank you and have a nice day. Okay. Very good. Then thought of the day. Good morning, ma'am, and good morning, everyone. Education is not the learning of facts, but the training of the mind to think. Albert Einstein. Thank you. ആക്ഷൻ സോങ് ആരാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ആക്ഷൻ സോങ് മാം ഞാനാണ്. വിദ്യ. ഒരു സെക്കൻഡ് ഒന്ന് പിൻ ചെയ്തോട്ടെ. എന്താ പിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. Five fingers, clap, clap, clap. Four fingers, butterfly. Three fingers, okay, okay. Two fingers, peace, peace. One finger on your lips. Shh. Thank you, ma'am. Okay, very good. Then സ്റ്റോറി ഉണ്ടോ? സ്റ്റോറി പറയാനുണ്ടോ ആർക്കെങ്കിലും? സ്റ്റോറി, എന്തെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ട് പഠിച്ചതോ ആയിട്ടുള്ള സ്റ്റോറി എന്തെങ്കിലും മതി.
ഡാൻസ് വരെ കളിക്കാട്ടോ നമ്മുടെ ക്ലാസ്സില്. ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡാൻസും കളിക്കാവുന്നതാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാം. 4 സ്റ്റെപ്പ് ഒക്കെ ഇടാം. സ്റ്റോറി ഇല്ല, ഡാൻസ് ഇല്ല. സ്റ്റോറി മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മതി 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 വിദ്യ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടൊരു കഥയാണ്. ഒരു രാജ്യത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. മഹാമടിയനായിരുന്നു ആ രാജകുമാരൻ. അപ്പൊ എല്ലാ ദിവസവും കിടന്നുറങ്ങും, എണീക്കും, ഫുഡ് കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ മഹാമടിയനായ ആ രാജകുമാരനെ ഒരു ദിവസം ആ രാജാവ് വഴക്ക് പറഞ്ഞു. ആ ഒരു രാജാവ് വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ രാജകുമാരൻ വീട് വിട്ട് കൊട്ടാരം വിട്ടിട്ട് പുറത്തേക്ക് പോയി നടക്കാൻ തുടങ്ങി. നടന്ന് ഒരു കാട്ടിലെത്തും. ആ കാട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു പക്ഷി ഒരു വലയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ പക്ഷീനെ ആ രാജാവ് എന്താ പറയാ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ ആ പക്ഷി ചോദിക്കും, രാജകുമാരന് എന്തെങ്കിലും സഹായം ചെയ്യണോ ചോദിക്കും. അപ്പൊ വേണ്ടാന്ന് പറയും. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോ ഞാൻ നിന്നെ വിളിക്കാം, ആ സമയത്ത് എനിക്ക് സഹായം ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ആ പക്ഷി പറന്നു പോകും. അത് കഴിഞ്ഞ് രാജാവ് പിന്നെയും നടക്കാൻ തുടങ്ങും. നടന്ന് ഒരു കടലിന്റെ വക്കത്തെത്തും. ആ കടലിന്റെ വക്കത്തെത്തുന്ന സമയത്ത് അവിടെ ഒരു മത്സ്യം കടലിന്റെ ഇതിന്ന് പുറത്തേക്ക് കിടക്കുന്നുണ്ടാവും, വെള്ളത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ മത്സ്യത്തിനെ രാജകുമാരൻ രക്ഷിക്കും. അപ്പൊ ആ മത്സ്യം ചോദിക്കും, രാജകുമാരന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ചോദിക്കും. ഇല്ല, എനിക്ക് സഹായമുള്ളപ്പോ നിന്നെ ഞാൻ വിളിക്കാം, ആ സമയത്ത് നിന്നെ എനിക്ക് സഹായം ചെയ്താൽ മതി എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് പിന്നെ രാജകുമാരൻ നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്ന് കുറെ കഴിയാണ്, ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാട്ടിലെത്തുമ്പോൾ ഒരു വലയിലൊരു കുറുക്കൻ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ കുറുക്കനെ ആ രാജകുമാരൻ രക്ഷിക്കുമ്പോൾ കുറുക്കനും ചോദിക്കും, രാജകുമാരൻ എന്തെങ്കിലും സഹായം വേണോ ചോദിക്കും. അപ്പൊ രാജകുമാരൻ പറയും, ഇല്ല, എനിക്കിപ്പോ ഒരു സഹായം വേണ്ട, ഇനി ഞാൻ സഹായം വേണമെങ്കിൽ ചോദിക്കാന്ന് പറയും. അങ്ങനെ ആ കുറുക്കൻ അവിടുന്ന് പോകും. അങ്ങനെ ഒരിക്കൽ വേറൊരു രാജ്യത്ത് രാജകുമാരൻ എത്തുകയാണ്. അപ്പൊ അവിടെ ഒരു വിളംബരം ചെയ്യുന്നുണ്ടാവും, രാജകുമാരിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട്. എന്ന് പറഞ്ഞു ചോദിച്ചാൽ രാജകുമാരി ഒരാളിനെ ഒളിക്കാൻ പറയും. ആ ഒളിക്കുന്ന സ്ഥലത്ത് നിന്ന് രാജകുമാരി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ തല വെട്ടുന്നാണ് പറയാ. അങ്ങനെ രാജകുമാരനും ആ ഒരു ഇതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇയാള് ആദ്യം പരുന്തിന്റെ അടുത്ത് സഹായം ചോദിക്കും, പോയിട്ട് ഒളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒളിക്കുകയാണ്. ഒരു വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടിട്ട് ഒരു സൈഡിൽ കൊണ്ടിട്ട് ഈ രാജകുമാരനെ ഒളിപ്പിച്ചു വെക്കും. പിറ്റേ ദിവസം രാജകുമാരി എണീച്ചിട്ട് ഇതുപോലെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് രാജകുമാരനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. നോക്കുമ്പോൾ രാജകുമാരനെ എവിടെയും കാണില്ല. അപ്പോൾ രാജകുമാരിക്ക് ടെൻഷനാവും, വേർക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മലയുടെ മുകളിലും ഒക്കെ നോക്കുമ്പോൾ മലയുടെ മുകളിലുണ്ടാവും രാജകുമാരൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നിട്ട് ശരീരി വരും. അങ്ങനെ വീണ്ടും രാജകുമാരൻ തിരിച്ചു കൊട്ടാരത്തിലേക്ക് എത്തും. അപ്പൊ രാജകുമാരന്റെ ഈ ഒരു ഇത് കാണുമ്പോൾ രാജകുമാരന് ഒരു അവസരം കൂടി കൊടുക്കും. പിറ്റേ ദിവസം ഇതുപോലെ രാജകുമാരനെ മത്സ്യം കൊണ്ടുപോയിട്ട് എന്താ പറയാ കടലിന്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കും. പിറ്റേ ദിവസം രാജകുമാരി ഇതുപോലെ കണ്ണാടിയിൽ നോക്കും. അപ്പോൾ ഒന്നും കാണില്ല രാജകുമാരനെ. അപ്പൊ ആ സമയത്ത് പിന്നെയും രാജകുമാരൻ എല്ലാ കടൽ ഭാഗത്തും നോക്കും. കടലിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. അപ്പൊ രാജകുമാരന്റെ അടുത്ത് പറയും, ശരി വരും, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയും. മൂന്നാമതൊരു അവസരം കൊടുക്കും. പിറ്റേ ദിവസം രാജകുമാരി ഇതുപോലെ വിളിക്കും. അത് രാജകുമാരി കണ്ണാടിയിൽ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് എവിടെയും കാണില്ല. മലയുടെ മുകളിലും കാണില്ല, കടലിന്റെ ഉള്ളിലൊന്നും കാണില്ല. ലാസ്റ്റ് രാജകുമാരി പറയും, ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയും. അപ്പോ ആ രാജകുമാരിയുടെ കാലിന്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവും. കുറുക്കൻ മാന്തിയിട്ട് രാജകുമാരിയുടെ ചോട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ രാജകുമാരൻ വരെയാണ്, രാജകുമാരിനെ കല്യാണം കഴിക്കും. പക്ഷെ രാജകുമാരനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് അയാൾ പുറത്തിറങ്ങിയതുകൊണ്ട് വികൃതമായിരിക്കും രൂപം. അപ്പൊ രാജകുമാരിക്ക് ഇഷ്ടമേ ഉണ്ടാവില്ല. വിഷമത്തോട് കൂടിയിട്ട് രാജകുമാരി കല്യാണത്തിന് സമ്മതിക്കുകയാണ്. രാജകുമാരനെ ഒരുക്കി കൊണ്ടുവരാൻ നോക്കുമ്പോൾ രാജകുമാരൻ കുളിച്ചൊരുങ്ങി വരുമ്പോൾ നല്ല സുന്ദരനായ രാജകുമാരനായിരിക്കും. അപ്പോ രാജകുമാരിക്ക് സന്തോഷാവുന്ന സമയത്ത് അങ്ങനെ കല്യാണം കഴിച്ച് രാജകുമാരൻ വരുന്ന സമയത്തായിരിക്കും ഈ രാജകുമാരനെ തെരഞ്ഞിട്ട് രാജാവ് വരുന്നുണ്ടാവുക. അങ്ങനെ രാജകുമാരിനെ കല്യാണം കഴിച്ച് തിരിച്ച് ആ രാജകുമാരനെയും രാജകുമാരിനെയും കൂട്ടിയിട്ട് കൊണ്ടുപോവാണ്. സന്തോഷമായിട്ട് ജീവിക്കും. നല്ല കഥയായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഡാൻസേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഡാൻസ് കളിക്കാനായിട്ട് ഉണ്ടോ? നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്, പരമാവധി പ്രയോജനപ്പെടുത്തുക. ഡാൻസേഴ്സ് ഉണ്ടോ കളിക്കാനായിട്ട്? ആരുമില്ല. ആരും ഡാൻസ് ഇതുവരെ കളിച്ചിട്ടില്ല. അറിയാം, പക്ഷെ എങ്ങനത്തെയാണ് ഉദ്ദേശിച്ചത്? ക്ലാസിക്കൽ സിനിമാറ്റിക് ഏതാണ്?
ഏതെങ്കിലും മതി, ഇഷ്ടമുള്ളത് മതി. അയ്യോ ഇഷ്ടമുള്ളത്. ഇന്നിപ്പോ പ്രിപ്പയർ അല്ല മിസ്. അടുത്ത ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? അയ്യോ നോക്കട്ടെ മിസ്സേ, അതൊരു കുഞ്ഞുള്ളോണ്ട് നമുക്ക് ക്ലാസ്സിൽ കേറുന്നത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഒന്നെങ്കിൽ ഞാൻ ചെയ്യും മിസ്സേ. ഓക്കെ ഓക്കെ. വേറെ ആരോട് സംസാരിച്ചല്ലോ ഇത് കൂടാതെ? ആരതിയാണോ? ആരതി ഡാൻസ് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും ക്ലാസിക്കലും പഠിക്കുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ല, ആ ഒരു കോസ്റ്റ്യൂമിലല്ല പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതി, എന്തായാലും ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിരുന്നോ? ഇല്ല മാം, എനർജി സപ്ലൈസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി ബോഡി ബിൽഡേഴ്സും പ്രൊട്ടക്റ്റീവ് ഫുഡിനെ കുറിച്ചും കൂടെ പറയണമായിരുന്നു. ഓക്കെ. ബോഡി ബിൽഡേഴ്സ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ബോഡി ബിൽഡേഴ്സ് എനർജി സപ്ലൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ബിൽഡേഴ്സ് ആണ്. This type of food contains nutrients which are required to make the body and replace worn out tissues. Meat, fish, milk, and fat products, dried beans, beets, nuts, cerelac, etc. belongs to the category. എന്താ പറയുന്നത് അതിനകത്ത്? എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താ പറയുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യൂ വായിച്ചാള്. ബോഡി ബിൽഡേഴ്സ് വേറൊരാളെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ച്. ഇപ്പൊ ഒരാള് വായിച്ചില്ലേ, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് മലയാളത്തിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഇപ്പം ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റീപ്ലേസ് ചെയ്തിട്ട് ഫിഷും മീറ്റും ഫാറ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ബോഡിയിലോട്ട് കൊടുക്കാനാണെന്നാണ് തോന്നുന്നത്. എനിക്ക് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലായത്. അങ്ങനെയാണ് മനസ്സിലായല്ലേ? ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്താ മനസ്സിലായത്? വേറെ പറയാട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ മീറ്റിൽ നിന്നും ഫിഷിൽ നിന്നും മിൽക്കിൽ നിന്നൊക്കെ ഡ്രൈ ബീൻസ്, നട്ട്സ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത് അല്ലേ? ഓക്കെ. അതായത് ഇത്തരത്തിലുള്ള, അതായത് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫുഡിൽ എന്ന് പറഞ്ഞാൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയെ, അതായത് നശിച്ച കോശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂസ് ഉണ്ട്, ചില ടിഷ്യൂസ് എന്നല്ല കേട്ടോ, ടിഷ്യൂസ് എന്നാണ്. ചില എന്താ പറയാ കോശങ്ങൾ, നമ്മുടെ എന്താ പറയാ ചീത്തയായിട്ടുള്ള കോശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്താണ് പുതിയ രീതിയിലാക്കുന്നതും പ്രോട്ടീനിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇപ്പൊ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ജിം ട്രെയിനർ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് എന്ത്? പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്നത് അല്ലെ? മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കാനായിട്ട് പറയും, പനീർ കഴിക്കാനായിട്ട് പറയും. പറയാറുണ്ടോ? ജിമ്മിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ഉണ്ടോ? ആരും ജിമ്മിൽ പോയിട്ടില്ല? ആരും പോയിട്ടില്ല ജിമ്മില്? ഇത്രയും പേരില് പോയിട്ടുണ്ട് മാം, ഉണ്ട്. പോയിട്ടുണ്ട് അല്ലെ? ജിം ട്രെയിനർ പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനല്ലേ? അതെ 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 അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ, അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ മസിൽ ലോസ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മസിൽ ലോസ് ഇല്ലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്
എന്ത് ചെയ്യണം, ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയുന്നതിന്റെ ഭാഗമായിട്ട് മുഖമൊക്കെ ചുറ്റിച്ചുളുങ്ങുക, അല്ലെങ്കിൽ എന്താ പറയാ കഴുത്തൊക്കെ ഇങ്ങനെ നീണ്ടു പോവുക, അതൊക്കെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനാ സൂചിപ്പിക്കുന്നത്? മസിൽ ലോസ് ആണ് കേട്ടോ. നമ്മുടെ ഫേസ് ഒക്കെ ചുറ്റിച്ചുളുങ്ങിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഉണ്ടാ ഫേസ് ഒക്കെ പെട്ടെന്ന് ചെറുതായി ഭയങ്കര ചുളിവും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാം. അതെന്താണ്? അതായത് നമ്മള് വെയിറ്റ് ലോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ മസിൽ ലോസ് വരുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ബിൽഡേഴ്സ് ആണെന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് എന്തിലൊക്കെയാണുള്ളത്? മീറ്റിലുണ്ട്, അതുപോലെ ഫിഷിലുണ്ട്, മിൽക്കിലുണ്ട്, അതുപോലെ ഫാറ്റ് പ്രൊഡക്ട്സിലുണ്ട്. അതായത് നമ്മൾ പാലുൽപ്പന്നങ്ങള്, പിന്നെ ഡ്രൈഡ് ബീൻസിലുണ്ട്, പീസ്, നട്ട്സ്, സിറിയൽസ്, ധാന്യങ്ങള്, ഇതൊക്കെ ഇത് വരുന്ന കാറ്റഗറിയാണ് കേട്ടോ. ഓക്കെ, ബോഡി ബിൽഡേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ് അടുത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു ബോഡി ബിൽഡേഴ്സ് നമുക്ക് മനസ്സിലായോ? ബോഡി ബിൽഡേഴ്സ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ. നെക്സ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് കേട്ടോ. The protective food stuff contains protective essential substances, vegetables, fresh fruits, green leafy, fish, milk, egg, etc. include protective essences. അതായത് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസിനെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുക. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നത്? എന്തൊക്കെയാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? വെജിറ്റബിൾ, വൈറ്റമിൻ സി ഉള്ള ഫുഡുകൾ. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അല്ലെ. ഓക്കെ, അത് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും അല്ലെ, അല്ലെങ്കിൽ ചില വെജിറ്റബിൾസിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ വെജിറ്റബിൾസ് പ്രധാനമായിട്ടും ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്നതിന് തടയുന്നതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ, രോഗപ്രതിരോധ ശേഷി. അപ്പൊ ചില കുഞ്ഞുങ്ങൾ നമുക്ക് കാണാറുണ്ട് പച്ചക്കറികള് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. അവരെപ്പോഴും കഴിക്കുക ചിലപ്പോൾ മീറ്റ്, അതുപോലെ ഫിഷ് ഐറ്റം, അതൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുക. അത് കഴിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് കഴിക്കണം. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുണ്ടാകും. ഇമ്മ്യൂണിറ്റി കുറയുന്നത് മൂലം നമുക്ക് ധാരാളം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആശുപത്രിയിൽ ഇറങ്ങാന്ന് തന്നെ നേരം ഉണ്ടാവില്ല, ഏത് സമയം ആശുപത്രിയിലായിരിക്കും പോവുക. അങ്ങനെയുണ്ടോ കൂട്ടത്തിൽ ആരെങ്കിലും? ഇമ്മ്യൂണിറ്റി കുറവുള്ളവരുണ്ടോ? കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുണ്ടെങ്കിൽ അതൊന്ന് പറയാ കേട്ടോ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ആർക്കും ഇല്ല ഇതുവരെ? എന്റെ ഇളയ കുഞ്ഞിനുണ്ട്. ആർക്കാണ്? എന്റെ ഇളയ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കുഞ്ഞിന് ചെറിയൊരു ശ്വാസമുട്ടിന്റെ ഒരു ഇത് വന്ന് ഫുഡൊന്നും കഴിക്കാതെ മോനിപ്പോ അണ്ടർ വെയിറ്റ് ആണ്. അപ്പോ മോന് നടക്കാനുള്ള ഇതും മോനല്ലാതെ മോന് ലാംഗ്വേജ് ഡിലേ ആണ്. അപ്പൊ അതിനും നമ്മൾ കുറച്ചിങ്ങനെ കൊണ്ട് നടക്കുക. മോൻ ഇപ്പൊ അവന്റെ പ്രായത്തിൽ കാണിക്കുന്നതൊന്നും അവൻ കാണിക്കുന്നില്ല. നമ്മുടെ കണ്ണ് എവിടെയെന്ന് ചോദിക്കുമ്പോ അത് ഒന്നും കാണിക്കുന്നില്ല. അല്ലാതെ തന്നെ മോന്റെ ബോഡി ആയിരുന്നാലും മൊത്തത്തിൽ വീക്കാണ്. വെജിറ്റബിൾസും അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല. കുഞ്ഞ് സാധാ നോർമലി ഉള്ള കുഞ്ഞുങ്ങളെ പോലെയല്ല. ഡോക്ടറെ കാണിച്ചു വന്നിട്ട്? ഡോക്ടറെ കാണിച്ചോ? അതെ, ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാണ് കുഞ്ഞിന്. ആള് നോർമൽ ആണ് ബാക്കി എല്ലാത്തിലും. പക്ഷെ മോന്റെ പ്രായത്തിലുള്ള ഒന്നും മോൻ കാണിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. പിന്നെ മോൻ അണ്ടർ വെയിറ്റ് ആണ്. മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് മോൻ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. മോന് എന്താണ് ഇങ്ങനെയൊക്കെ കാര്യം എന്തെന്നറിയാൻ ഇപ്പോ റിസൾട്ട് കിട്ടിയിട്ടില്ല. അല്ലാതെ മോന് ഹിയറിംഗ് ടെസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. മോന് അഡിനോയിഡിന്റെ ഒരു സിംറ്റം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ അതിന്റെ വലിപ്പം എന്താണെന്ന് അറിയാനായിട്ടാണ്, എത്രത്തോളം മായെന്നുള്ള അറിയാനായിട്ടുള്ള ഒരു ഇത്
ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യൂ കേട്ടോ. ഓക്കെ മാം. മാറ്റം വരും കേട്ടോ. ഞങ്ങളത് ഓ ഓ ശരി ടീച്ചർ, ശരി. ഓക്കെ. അപ്പൊ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വെജിറ്റബിൾസ് വരുന്നു, ഫ്രഷ് ഫ്രൂട്ട്സ് വരുന്നു, പിന്നെ ഗ്രീൻ ലീഫി, അതായത് പച്ച കളറിലുള്ള അല്ലെ, പച്ചില വർഗ്ഗങ്ങൾ എന്ന് പറയും അല്ലെ, നമ്മുടെ ചീര അല്ലെ, അമരാന്തസ്, അതുപോലെ തന്നെ മുരിങ്ങയുടെ ലീഫ് അല്ലെ, മുരിങ്ങയില, ഇതൊക്കെ നല്ലതാണ്. നമ്മൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ ഹെയറിന് നല്ലതാണ്. ഓവറോൾ ഒരു എന്താ പറയാ നല്ലൊരു ഐറ്റം ആണ് എന്ത് ഈ പറയുന്ന ഗ്രീൻ ലീഫി എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കിട്ടും. നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫുഡിൽ അതൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീൻ ലീഫി. ദെൻ അതുപോലെ തന്നെ ഫിഷ്. ഫിഷ് പിന്നെ എല്ലാവരുടെയും വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനധികം എന്താ പറയാ കുറവും കാര്യങ്ങളൊന്നും വരാറില്ല. എല്ലാവർക്കും എന്താണ് ഫിഷ് ഇല്ലെങ്കിൽ, മീനില്ലെങ്കിൽ ചിലപ്പോൾ ചോറ് ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫിഷ്, അതുപോലെ തന്നെ മിൽക്ക്, എഗ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടി നമ്മൾക്ക് മടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഐറ്റം, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അതൊക്കെ കുറച്ച്, പിന്നെ ഫ്രൂട്ട്സ്, അതൊക്കെ ചിലപ്പോ അതിന്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ വരിക അല്ലെ. അപ്പോ എല്ലാരും, അതായത് നമ്മള് എല്ലാം കഴിക്കണം, അതായത് നല്ല മിതമായിട്ടുള്ള അളവില് നമ്മൾ എല്ലാരും കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ 20% ചോറും ബാക്കിയുള്ള, അതായത് നമ്മൾ എടുക്കുന്ന തോരൻ, അതുപോലെ ഇതുപോലെ തന്നെ പച്ചില ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, മീൻ കറി, അതുപോലെ തന്നെ ഒരു മുട്ട ബോയിൽ ചെയ്തത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്. നമുക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് ആവുകയും അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി അടുത്തത് പ്രോട്ടീൻസ് ആണ് കേട്ടോ. ഓക്കെ, പ്രോട്ടീൻ നോക്കിയാൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ഫുഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം, എന്താ പറയാ, നമ്മുടെ ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീനില് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. 2 തരത്തിലുള്ള പ്രോട്ടീൻ ആണ് ഉള്ളത്. ഒന്ന് ആനിമൽ പ്രോട്ടീൻ ആണ്, മറ്റൊന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. ഓക്കെ, ആനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആനിമൽ പ്രോട്ടീൻ ലഭിക്കുന്ന പ്രോട്ടീൻസ്, എന്താണ്? നോൺ വെജ് ഐറ്റംസിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ. ആ, അത് വരുന്നത് അനിമൽ സോഴ്സിൽ നിന്നാണ് അല്ലെ. അനിമൽ സോഴ്സിൽ നിന്നാണ് ആ പ്രോട്ടീൻ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ അനിമൽ പ്രോട്ടീനിലാണ് ഈ അമിനോ ആസിഡ് ഉള്ളത്. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ അനിമൽ പ്രോട്ടീനെ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാം. ഓക്കെ, കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് ആനിമൽ പ്രോട്ടീനെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നോട്ട് ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അനിമൽ പ്രോട്ടീൻ എഴുതുക കേട്ടോ, ഹെഡിങ് കൊടുക്കുക.
Animal proteins are proteins. Animal proteins are proteins that come from proteins that animal proteins are proteins that come from animal sources. Animal sources. They contain all the essential amino acids, our body needs. meals എന്നാണ് our body Needs, N-E-E-D-S, needs. So they are called complete proteins. So they are called complete proteins. എല്ലാവരും എഴുതിയോ? എഴുതിയല്ലേ? അനിമൽ പ്രോട്ടീന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ നിങ്ങള്. അനിമൽ പ്രോട്ടീന്റെ എക്സാമ്പിൾസ് എഗ് ഉണ്ട് അല്ലേ? എഗ് ഉണ്ട്, എസ്പെഷ്യലി എഗിന്റെ വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ചീസ് ഉണ്ട്. ഡയറി പ്രൊഡക്റ്റ് അനിമൽ പ്രോട്ടീൻ ആണ്. ഡയറി പ്രൊഡക്റ്റിൽ മിൽക്ക് വരും, അതുപോലെ ചീസ്, യോഗർട്ട്, ബട്ടർ, ഇതൊക്കെ അനിമൽ പ്രോട്ടീൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസിൽ നമ്മൾ നോക്കിയാൽ ചിക്കൻ ആണ് കൂടുതൽ പറയാ. പിന്നെ അതുപോലെ തന്നെ ബീഫ്, പോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് ഇത് കുക്ക് ചെയ്ത്, അതായത് ഓയിലൊക്കെ വറുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓയിലൊക്കെ കറി വെച്ച് മസാലാസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാല് ആ പ്രോട്ടീന്റെ കണ്ടന്റ് നമുക്ക് കിട്ടുമോ? നിങ്ങൾ പറഞ്ഞേ. ഇന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല അല്ലെ? നമ്മൾ എന്ത് സാധനമാണെങ്കിലും അത് ബോയിൽ ചെയ്ത് കഴിക്കുക. ബോയിൽ ചെയ്ത് അധികം എണ്ണയോ അല്ലെങ്കിൽ അധികം മസാലാസോ ചേർക്കാതെ തന്നെ കുറച്ച് പച്ചക്കറികളുടെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ പ്രോട്ടീൻ നമുക്ക് കിട്ടും. അല്ലാതെ കുറെ മസാലകളും കുറെ ഓയിലൊക്കെ ചേർത്തിട്ട് നമ്മളിത് കറി വെച്ച് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാല് വേണ്ട രീതിയിൽ കിട്ടുമായിരിക്കും, പക്ഷെ വേണ്ട രീതിയിൽ ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതാണ് അത് ഏത് സാധനം ആയിക്കോട്ടെ കേട്ടോ. ഏത് സാധനമാണെങ്കിലും നമ്മൾ അതിനകത്ത് ഓയില് കുറെ മസാലകള് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കൂടി എന്നാ പറയാ. ഓക്കെ, ഇപ്പൊ എഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കാം അല്ലെ? ജസ്റ്റ് ഒന്ന് സാൾട്ടും അതുപോലെ തന്നെ പെപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ് കുക്കുംബറിന്റെ അതുപോലെ ക്യാരറ്റ് അതുപോലെ വലിയ അതിന്റെ ഒക്കെ കൂടെ കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ മറ്റു രീതിയിൽ കഴിക്കാനായിട്ട് തന്നു കഴിഞ്ഞാല് അതിന്റെ ബെനിഫിറ്റ് കുറയും അതിനനുസരിച്ച്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില ഫിഷ് ഐറ്റംസ് അല്ലെങ്കിൽ സീ ഫുഡിൽ നമുക്ക് അനിമൽ പ്രോട്ടീൻ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സാൽമൺ പോലുള്ള ഫിഷ്, ട്യൂണ പോലുള്ള ഫിഷ്, അതുപോലെ പ്രോൺസ്, അതിനകത്തൊക്കെ നമുക്ക് അനിമൽ പ്രോട്ടീൻ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലൊക്കെയാണ്
ഏകദേശം ഈ അനിമൽ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ് മാം. അടുത്തത് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിൽ നിന്നാ വെജിറ്റബിൾ പ്രോട്ടീൻ കിട്ടുന്നത്? ഓയിലിന്ന്. വെജിറ്റബിൾ സോഴ്സസ്. ആ, പനീർ, മഷ്റൂം, സോയാബീൻ. സോയാബീൻ പയറ് വർഗ്ഗങ്ങൾ. വെജിറ്റബിൾ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് അല്ലേ? ഓക്കെ. സൺഫ്ലവർ. സൺഫ്ലവർ. ഓക്കെ ഓക്കെ. വെജിറ്റബിൾ ഗ്രീൻ പീസ്. ഗ്രീൻ പീസ്. ഓക്കെ. നമുക്കത് നോക്കാം, എഴുതാം കേട്ടോ. വെജിറ്റബിൾ പ്രോട്ടീൻ ഹെഡിങ് കൊടുക്കാം. അത് ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയാം. അതായത് വെജിറ്റബിൾസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ഫ്രം പ്ലാന്റ് സോഴ്സസിൽ നിന്നാണ് വെജിറ്റബിൾ പ്രോട്ടീൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, എല്ലാ വെജിറ്റബിൾ പ്രോട്ടീൻസും ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനിമൽ പ്രോട്ടീനിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്. പക്ഷെ വെജിറ്റബിൾ പ്രോട്ടീനിൽ നമുക്ക് ഈ അമിനോ ആസിഡ് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഓക്കെ, അതായത് അനിമൽ പ്രോട്ടീന്റെ അത്ര ഇതില്ല, പവർ ഇല്ല എന്തിന്, വെജിറ്റബിൾ പ്രോട്ടീൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത്തരം, അതായത് ഈ വെജിറ്റബിൾ പ്രോട്ടീന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ചില കാര്യങ്ങൾ കഴിക്കുവാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ നമുക്ക് ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പൈൻ ചെയ്യണം, ഇത് മാത്രമായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. മറ്റ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ കമ്പൈൻ കൂടെ ചേർത്ത് വേണം നമ്മത് കഴിക്കാനായിട്ട്. മനസ്സിലായോ പറഞ്ഞു വന്നത്? എന്തുകൊണ്ട് ഇത് പറയാനായിട്ട് കാരണം, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ വെജിറ്റബിൾ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നു. അനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 9 അമിനോ ആസിഡുകളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ കേട്ടോ. വെജിറ്റബിൾ പ്രോട്ടീൻസ് ആർ പ്രോട്ടീൻസ്. വെജിറ്റബിൾ പ്രോട്ടീൻസ് ആർ proteins that come from plant sources. That come from plant sources. Many vegetable proteins are incomplete. Many vegetable proteins are incomplete. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ കേട്ടോ. They don't contain all essential amino acids in sufficient amounts. Essential. They don't contain all essential amino acid in sufficient amounts. Insufficient കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സഫിഷ്യന്റ് എന്ന് എഴുതാൻ. മിസ്സേ ദേ ഡോണ്ട് എന്നാണോ പറയുന്നത്? don't, DONT, don't. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ഒന്നും കൂടെ പറയോ? They don't, DONT,
ഒരു അപ്പോസ്ട്രോഫി മുകളിലിട്ട് ടി എഴുതുക. കണ്ടെയ്ൻ അടങ്ങിയിട്ടുള്ളത്. all essential amino acids. all essential amino acids in sufficient amounts. Sufficient amounts. And bracket close ചെയ്യാ. എന്നിട്ട് എഴുതുക but when combined properly, COMBINED, combined properly, they can provide complete nutrition. But when combined properly, they can provide complete nutrition. Complete nutrition. Okay. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാല് വെജിറ്റബിൾ പ്രോട്ടീൻസ്, അതായത് പീസിലൊക്കെ നമുക്ക് ഗ്രീൻ പീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെജിറ്റബിൾ പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ സോയ പ്രൊഡക്ട്സ്, സോയാബീൻ ഉണ്ടല്ലോ, അത് വെജിറ്റബിൾ പ്രോട്ടീന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ്, അതായത് ആൽമണ്ട്, അതുപോലെ പീനട്സ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ വെജിറ്റബിൾ പ്രോട്ടീന് എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില വെജിറ്റബിൾസ് ഉണ്ട്, സ്പിനാച്ച്, അതുപോലെ ബ്രൊക്കോളി, പിന്നെ ചില സ്മോളർ ആയിട്ടുള്ള പൊട്ടറ്റോസ്, ഇതിനകത്തൊക്കെ വെജിറ്റബിൾ പ്രോട്ടീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? മിസ് ഒരു ഡൗട്ട്. ഈ കമ്പൈൻഡ് പ്രോപ്പർലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെജിറ്റബിൾസ് തന്നെ മിക്സഡ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണോ? ഒന്നിച്ചൊരു ഡിഷ്, സാലഡ് പോലെ? അതെ അതെ അതെ, കമ്പൈൻ ചെയ്ത് കഴിച്ചാല് ഇതിനകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അമിനോ ആസിഡ് അതിൽ നിന്ന് കിട്ടും, നമുക്ക് മറ്റ് പല ഐറ്റംസിലൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചാൽ. ഓക്കെ. ഓക്കെ. ഓക്കെ, then proteins are required for. പ്രോട്ടീന്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്തത് 4 പോയിന്റ്. The growth and development of cells, the renewal of repetition, the formation of enzymes, hormones, etc., the production of energy in the body. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മലയാളത്തില്? എല്ലാ സെല്ലുകളുടെയും വളർച്ചയ്ക്കും ഡെവലപ്പിനും വേണ്ടിയിട്ട് നമ്മളുടെ ഹോർമോൺസിനും എൻസൈംസിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ എനർജിക്കും പ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതായത് പ്രോട്ടീനിന്റെ ആവശ്യകത എന്തെന്നാണ് പറയുന്നത് അല്ലെ നമ്മുടെ ശരീരത്തിന്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, നമ്മുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും, അതല്ലേ. നമുക്ക് സെല്ലുണ്ടല്ലോ, നമ്മുടെ ശരീരം, ഇപ്പൊ നമ്മുടെ ബോഡി സെല്ലുകളാൽ നിർമ്മിതമാണ് അല്ലെ. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ സെല്ലുകളാൽ നിർമ്മിതമാണെന്ന്. അപ്പോ നമ്മുടെ കോശങ്ങൾ, നമ്മുടെ സെൽസിന്റെ വളർച്ച, ഓക്കെ, അതിന്റെ ഗ്രോത്തിനും അതിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് പ്രോട്ടീൻസ് ആവശ്യമാണ്. Then the renewal of repetition, അതായത് പഴയ ടിഷ്യൂസ് മാറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വോൺ ഔട്ട് ടിഷ്യൂസ് അല്ലെ, അതായത് പഴയ ടിഷ്യൂസ് മാറ്റി പുതിയത് നിർമ്മിക്കാൻ. ഓക്കെ, അതായത് ടിഷ്യൂസ് മീൻസ് കല എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ കലകളൊക്കെ ഉണ്ട്, കലകളൊക്കെ ചേർന്നിട്ടാണ് കോശങ്ങൾ രൂപിക്കുന്നത്. അപ്പോ കേടായ ടിഷ്യൂസിനെയൊക്കെ മാറ്റിയിട്ട് പുതിയത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ
ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ കേട്ടോ. പഴയ ടിഷ്യൂസിനെ മാറ്റി പുതിയത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തത് ദ ഫോർമേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എൻസൈമുകളും ഹോർമോണുകളും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എൻസൈംസ് ഉണ്ട്, കുറേയധികം രാസാഗ്നികൾ ഉണ്ട് അല്ലെ, കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തില്, അതും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ ഹോർമോൺസ് ഉണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിൽ ഹോർമോൺസ് ഇല്ലേ, ഹോർമോണുകളില്ലേ? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, PCOD, PCOS, തൈറോയിഡ്, അങ്ങനെ പോലുള്ള കുറേയധികം രോഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ. നല്ല രീതിയിലുള്ള ഹോർമോൺ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? കുറേയധികം നല്ല നല്ല ഹോർമോൺസുകൾ ഉണ്ട്. ഏതൊക്കെയാ നല്ല നല്ല ഹോർമോണുകള്? സെമാറ്റോട്രോപിൻ പോലുള്ള ഹോർമോണുകള്, മെലാറ്റോണിൻ പോലുള്ള ഹോർമോണുകള് അല്ലെ. നമ്മുടെ ഉറക്കത്തിനൊക്കെ സഹായിക്കുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതിന്റെ ഒക്കെ കുറവ് മൂലമാണ് നമുക്ക് ഉറക്കം ഇല്ലാതിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹാപ്പി ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺ. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് എന്താണ്? ഓക്സിറ്റോസിൻ. അതെ, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകള്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിന് എന്താണ്? നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺ അല്ല പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then the production of energy in the body, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും ജോലി എടുക്കണം, നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം, എന്ത് വേണം, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പോ ആ രീതിയിലും എന്താണ് ഈ ഒരു പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുക. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും. ഒരാള് സ്ഥിരമായിട്ട് ഏത് സമയം വെജിറ്റബിൾസ് കഴിച്ചുകൊണ്ടിരുന്നാലും എന്ത് കിട്ടില്ല, അയാൾക്ക് എനർജി കിട്ടുമോ ജോലി ചെയ്യാനായിട്ട്? വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനർജി കിട്ടുമോ? ഇല്ല. ഇല്ല, എനർജി കുറവായിരിക്കുള്ളൂ. അതിന് നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും തന്നെ വേണം നമുക്ക് എനർജി കിട്ടണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പൊ വെജിറ്റേറിയൻസ് ഒക്കെയാ? എന്താ വെജിറ്റേറിയൻസ് ഒക്കെയാ? വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ പനീർ, ഡയറി പ്രൊഡക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും. നട്ട്സ് ഒക്കെ അവര് കഴിക്കും. എല്ലാം കഴിക്കും. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. അവർക്ക് പനീർ കഴിക്കാം. അവരൊക്കെ കൂടുതൽ കഴിക്കുന്നത് തൈരും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ബ്രാഹ്മിൻസിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ ആഹാരം അതുപോലെ നെയ്യും മധുരം ഒക്കെ അവര് നന്നായിട്ട് കഴിക്കും. കഴിക്കും. അവര് അനിമൽ പ്രോട്ടീൻ കഴിക്കില്ല, മറിച്ച് അവർ ഇത്തരത്തിലുള്ള ഡയറി പ്രൊഡക്റ്റുകളൊക്കെ കൂടുതലായിട്ട് തൈര് കഴിക്കും, അതുപോലെ തന്നെ മോര് കഴിക്കും, അതുപോലെ നെയ്യ് കഴിക്കും, വെണ്ണ കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ധാരാളം കഴിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ അവർക്ക് അത് കിട്ടുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓപ്ഷൻസ് ആണ്. പിന്നെ പനീറൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. പനീർ വെച്ചിട്ടുള്ള കറികൾ അവർ കഴിക്കാറുണ്ട് ധാരാളം. അങ്ങനെയുള്ള പിന്നെ അവര് ടാബ്ലറ്റ്സ് ഒക്കെ, മീൻ ഗുളികകൾ കഴിക്കാറുണ്ട്. മീൻ ഗുളികകൾ കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്യാറുണ്ട്. അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അതിന് പകരം അവർ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ് രീതി ശ്രദ്ധിച്ചാൽ മതിയാവും. അവര് എന്താ പറയാ, ഇഡലി, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് തോന്നുന്നത് അല്ലെ. ഇഡലി, ദോശയൊക്കെ അല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ സാമ്പാർ ഉണ്ടാകും കൂട്ടത്തില് അല്ലേ, സാമ്പാർ ഉണ്ടാകും. അതുപോലെ എല്ലാ ദിവസവും സാമ്പാറായിരിക്കും തോന്നുന്നു. പിന്നെ എള്ളൊക്കെ അവര് നന്നായിട്ട് കഴിക്കും, മധുരത്തിൽ ശർക്കരയിലൊക്കെ ചേർത്ത്, നെയ്യൊക്കെ ചേർത്ത്. ശർക്കര അതൊക്കെ ചേർത്ത് അവരൊക്കെ വിളയിച്ച് കഴിക്കും നന്നായിട്ട്. കമ്പൈൻ ചെയ്തവർ കഴിക്കാറുണ്ട്. പിന്നെ ഡയറി പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ടാവും അവരുടെ കൂട്ടത്തില്. ഇതുപോലുള്ള തൈര് പോലുള്ള കാര്യങ്ങളൊക്കെ അവര് ഡെയിലി അവര് കഴിക്കാറുണ്ട്. അതിനൊന്നും അവര് കുറവ് വരുത്താറില്ല. ഓക്കെ,
അടുത്തത് ഫാറ്റ്സ് ആണ് കേട്ടോ. ഫാറ്റ്സ് ഒന്ന് വായിച്ചോളൂ, ഒരാള് വായിക്കൂട്ടോ. രണ്ടും വായിക്കണം കേട്ടോ, രണ്ട് ഹെഡിങ്ങും വായിക്കണേ. Fats and oil consist of carbon, hydrogen, and oxygen. Fats are two types: saturated and unsaturated. Saturated fats increase the cholesterol content of the blood. Usually, the fats derived from plants are unsaturated butter, ghee, egg yolk, groundnuts, milk, fish, etc. are the main source of fat. എക്സ്പ്ലെയിൻ ചെയ്യാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ വായിച്ച ആള്? Okay. Fats and oil consist of the main ആയിട്ട് consist ചെയ്തിരിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെയാണ്. ടു ടൈപ്സ് ഉണ്ട്, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡില് കൊളസ്ട്രോള് ബ്ലഡിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് അത് യൂഷ്വലായിട്ട് പ്ലാന്റ്സില്. Then unsaturated butter, ghee, egg yolk, milk, fish അതിൽ നിന്നൊക്കെ സോഴ്സ് ഓഫ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? സാച്ചുറേറ്റഡ് ഫാറ്റ് മറ്റുള്ളവർക്കും പറയാം. ബാഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ്. മോശമായിട്ടുള്ള ഒരു ഫാറ്റ് ആയിട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉദ്ദേശിക്കുന്നത്. മീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. പൂരിത കൊഴുപ്പ് എന്ന് പറയും അല്ലെ. ഫാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് അല്ല. ഫാറ്റ്സ് എന്ന് പറയുന്നത് ഓയിൽ കൺസിസ്റ്റന്റ് ഉള്ളതാണ്. അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പിന്നെ ഫാറ്റ് രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും ഒന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റും. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അപൂരിത കൊഴുപ്പ് എന്നും പറയും. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമ്മുടെ ബ്ലഡ് ലെവലില് കൊളസ്ട്രോൾ കണ്ടന്റ് കൂട്ടുന്നത്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് ആണോ? യെസ്. അതായത് നമ്മൾ പാകം ചെയ്ത് ഉപയോഗിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനം പാകം ചെയ്ത് നമ്മൾ കഴിക്കുവാണെങ്കിലും അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ എന്തൊക്കെയാണ് നമ്മുടെ അനിമൽ ഫുഡ്സ്, അതായത് മാംസം, പലതരത്തിലുള്ള മീറ്റുകള്, പിന്നെ അതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം, ഫുഡ് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിലും അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതുമൂലം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലും എന്ത് ചെയ്യുന്നു? അതായത് രണ്ട് തരം കൊളസ്ട്രോൾ ഉണ്ട് അല്ലെ. ചീത്ത കൊളസ്ട്രോളിന്റെ പേരെന്താ? ചീത്ത കൊളസ്ട്രോള്, ബാഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ അളവ് കൂടുകയും HDL അളവ് കുറയുകയും അതുപോലെ നമുക്ക് ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഫാറ്റ് നമുക്ക് കഴിക്കാം, ഫാറ്റ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഫാറ്റ് വേണ്ടെന്നല്ല, ഫാറ്റ് നമുക്ക് വേണം. പക്ഷെ അത് നല്ല രീതിയിൽ തയ്യാറാക്കി കഴിക്കണം. ഓക്കെ, ആവശ്യത്തിനുള്ള രീതിയിൽ. അതായത് ഇപ്പൊ നമുക്ക് വെണ്ണ കഴിക്കാം, കുറച്ച് വെണ്ണ കഴിക്കാം, നെയ്യ് കഴിക്കാം, അതൊക്കെ നമുക്ക് കഴിക്കാം.
പക്ഷെ അതൊക്കെ പാകം ചെയ്ത് വീണ്ടും അത് നമ്മൾ ട്രാൻസ്ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഈ ഒരു കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി ചില പ്ലാന്റിൽ നിന്ന് എന്താണ് നമുക്ക് ഫാറ്റ് കിട്ടാറുണ്ട് അല്ലെ, അതിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് മിതമായ രീതിയിൽ അത് കഴിക്കാവുന്നതാണ്. ബട്ടർ കഴിക്കാം, നമുക്ക് ഗീ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് വെജിറ്റേറിയൻസിന്റെ കാര്യം, ബ്രാഹ്മിൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബട്ടർ കഴിക്കാം, ഗീ കഴിക്കാം, എഗ് യോക്ക്, അതുപോലെ ഗ്രൗണ്ട് നട്ട്സ്, ഫിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ചില കാര്യങ്ങളുണ്ട്, അതായത് നമുക്ക് അധികമായിട്ട് കൊഴുപ്പല്ലാത്ത കാര്യങ്ങൾ, അതായത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫാറ്റ് ആവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മിതമായ രീതിയിൽ കഴിക്കാം. ഇതാണ് സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റും. മഷ്റൂം അൺസാച്ചുറേറ്റഡ് ആണോ? മഷ്റൂം അൺസാച്ചുറേറ്റഡ് ആണ്. മഷ്റൂം നല്ലതാണ് കേട്ടോ. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്നതാണ്. മഷ്റൂം, പനീർ, ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ, അതായത് അധികം കുക്ക്ഡ് അല്ലാതെ അധികം ഓയിലൊക്കെ യൂസ് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ ആണ്. ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ കാണിക്കാം. ടേബിൾ നമുക്ക് പിന്നീടാണ് നോക്കാനുള്ളത്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ടീച്ചർ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? വാട്ടർ സോല്യൂബിൾ വിറ്റമിൻസും ഫാറ്റ് സോല്യൂബിളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എവിടെ സ്റ്റോർ ചെയ്യണം, അത് എത്രത്തോളം നമ്മൾ ഇൻടേക്ക് എടുക്കണം, അതിന്റെ ടോക്സിസിറ്റി, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ, സൈൻ ഔട്ട്. ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം മിസ്സേ. എന്താണ് നിങ്ങൾക്ക് ഇത്ര താമസം പറയാനായിട്ട്? ആരും ഇല്ലേ? നിങ്ങൾ ഗ്രൂപ്പിലൊന്നും പറയുന്നില്ല ആരാണ് ചെയ്യേണ്ടതെന്നൊന്നും തീരുമാനിക്കുന്നു? ടീച്ചർ, ഗ്രൂപ്പിൽ സൈൻ ഔട്ട് മാത്രം നമ്മൾ ആരും പേര് തരാറില്ല. കാരണം ആ ക്ലാസ്സിനെ കുറിച്ച് നമുക്കൊരു ഇത് കിട്ടിയാലല്ലേ നമുക്ക് ആ ടൈമിൽ പറയാൻ പറ്റൂ. കാരണം പിന്നെ ഇന്ന് പറയുന്നവര് നാളെ ക്ലാസ്സിൽ കയറണമെന്നില്ല ടീച്ചർ. അതാണ് നമ്മൾ സൈൻ ഔട്ടിന്റെ പേര് ആരും പറയാത്തത്. ഓക്കെ 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 ഓക്കെ, ശരി ശരി, അനു പറഞ്ഞോളൂ കേട്ടോ. Thank you, Ashwati Miss, for giving a wonderful class about bodybuilders, protective foods, proteins, types of proteins, etc. Finally, about vitamins, type of vitamins and its categories. Thank you, Miss. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ഷൻ സോങ്, സ്റ്റോറി, അതുപോലെ ഡാൻസ് എന്തെങ്കിലും, അത് റൈമുകള് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss.